ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഔഷധവീര്യം കൊണ്ട് വളരെ ശക്തമായ ഒരു ഔഷധ ചെടിയെ പറ്റിയാണ്. ഐതിഹ്യപരമായിട്ടും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ചെടിയെ കാണുമ്പോൾ പലർക്കും മനസ്സിലായി കാണും. ഇതാണ് കൂവളം. കൂടുതലായിട്ടും കൂവളം വച്ച് പിടിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. ശിവക്ഷേത്രങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. അർച്ചനയ്ക്കായിട്ടും മാല ഉണ്ടാക്കാനുമൊക്കെ കൂവളത്തിൻ്റെ ഇലയാണ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത് 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. സാധാരണ കൂവളം 3 ഇലകളോട് കൂടിയതാണ്. വളരെ വേഗത്തിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 9 ഇലകളുള്ളതുകൊണ്ട് ഔഷധഗുണം കൂടിയ ഒന്നാണ്. കൂവളത്തിൻ്റെ 3ആയിട്ട് വിരിഞ്ഞ ഇലകൾ ശിവഭഗവാന്റെ തൃക്കണ്ണിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വിശ്വാസം. അതുപോലെ ഈ കൂവളം നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചും വളരെയധികം വിശ്വാസങ്ങളുണ്ട്. ഒരു കൂവളം നട്ട്